റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ സിദ്ദീഖിന് ഇടക്കാല സംരക്ഷണം അനുവദിച്ച് സുപ്രീം കോടതി. നടൻ സിദ്ദീഖിന് കോടതി 2 ആഴ്ചത്തേക്ക് ഇടക്കാല സംരക്ഷണം അനുവദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് സിദ്ദീഖിനെതിരെ പരാതി നൽകിയതെന്നും ഇതുവരെ പരാതി നൽകാനുണ്ടായ 8 വർഷത്തെ കാലതാമസവുമാണ് ജാമ്യം നൽകാൻ കോടതി പരിഗണിച്ചത്. ഈ കാലയളവിൽ സിദ്ദീഖ് അന്വേഷണത്തിന് പൂർണ്ണമായും സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്നും കോടതി സിദ്ദീഖിനോട് പറഞ്ഞു. സിദ്ദീഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് കോടതിയിൽ ഹാജരായത്. സിദ്ദീഖിനെതിരെ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന സിദ്ദീഖിന്റെ വാദവും കോടതി വിധിക്കായി പരിഗണിച്ചിരുന്നു. MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഏറ്റെടുക്കാനുള്ള എറണാകുളം മെഡിക്കൽ കോളേജിന്റെ ഉപദേശക സമിതിയുടെ തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് നിയമ നടപടി സ്വീകരിച്ചതിനെ തുടർന്നാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. മൃതദേഹം പഠനത്തിനായി ഏറ്റെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുത്ത മെഡിക്കൽ കോളേജ് ഹയറിംഗിൽ അപാകതയുണ്ടോ എന്ന് കോടതി പരിശോധിക്കും. ജസ്റ്റിസ് VG അരുൺ വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യ നടപടിയുമായി പോലീസ്. മേക്കപ്പ് മാനേജർ കൊരട്ടി സജീവൻ അപമര്യാദയായി പെരുമാറിയതിനെതിരെ കൊല്ലം സ്വദേശിനിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയിലാണ് കോട്ടയം പൊൻകുന്നം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ യുവതി ഈ മൊഴി നൽകിയിരുന്നു. സെപ്റ്റംബർ 23-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ശേഷം കേസിന്റെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘമാവും നിർവഹിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഇതിലെ മൊഴികളിൽ എടുക്കുന്ന ആദ്യത്തെ കേസ് കൂടിയാണത്. പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി കടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ മാറണമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 23-ാം പാർട്ടി കോൺഗ്രസ് നിശ്ചയിച്ചതിനനുസരിച്ച് 75 വയസ്സാണ് പ്രായപരിധി. എന്നാൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് 79 വയസ്സായതിനെ തുടർന്ന് കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനമൊഴിയാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല. ഒരു വ്യക്തിക്ക് ഇക്കാര്യങ്ങളിലൊന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല. കൂട്ടായ തീരുമാനങ്ങളിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. പ്രായപരിധി മാനദണ്ഡം ഞങ്ങൾ എന്തായാലും തുടരും. എന്റെ കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എല്ലായ്പ്പോഴും പാർട്ടിക്ക് വേണ്ടിയും പാർട്ടി അനുസരിച്ചുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM പാർട്ടിക്കുമെതിരെ MLA PV അൻവർ. സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും പങ്കുണ്ടെന്നും താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം വെളിവില്ലാത്തതാണ് എന്നും PV അൻവർ കുറ്റപ്പെടുത്തി. താൻ വിചാരിച്ചാൽ മലപ്പുറം ജില്ലയിൽ മാത്രം 25 പഞ്ചായത്തുകളിലും LDFന് ഭരണം നഷ്ടമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക്. ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മിഥുൻ ചക്രവർത്തിക്ക്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര സമ്മാന വേദിയിൽ വെച്ച് ഒക്ടോബർ 8-ന് മിഥുൻ ചക്രവർത്തിക്ക് പുരസ്കാരം സമ്മാനിക്കും. ഈ വർഷത്തെ പത്മഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1976-ൽ മൃഗയ എന്ന സിനിമയായിരുന്നു ആദ്യത്തേത്. ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മിഥുൻ ചക്രവർത്തി സ്വന്തമാക്കിയിരുന്നു. ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നൽകി. കേസിൽ ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15-ന് മൈനാഗപ്പള്ളി ആനൂർ കാവിൽ വെച്ച് ശ്രീകുട്ടിയും സുഹൃത്തും സഞ്ചരിച്ച കാർ കയറി ഇറങ്ങി കുഞ്ഞുമോൾ മരണപ്പെട്ടതിനെ തുടർന്നാണ് ശ്രീകുട്ടി അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഇന്നത്തെ റൗണ്ടപ്പ് അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.